തോമസ്. ഞാൻ കാർമൽ കോളേജിലെ M.Com സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഞങ്ങളെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. പക്ഷേ ചില റൂട്ടുകളിൽ KSRTC ബസ് ഭയങ്കര കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പൊ മാളയിൽ നിന്ന് ചാലക്കുടി, പുത്തൻചിറ, ഇരിങ്ങാലക്കുട അവിടേക്കും ഭയങ്കര കുറവാണ്. അപ്പൊ അതിന് എന്താണ് ഒരു സൊല്യൂഷൻ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, അത് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു. നിലവിൽ പല സ്ഥലങ്ങളിലെ റൂട്ടുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അത് വീണ്ടും പുനഃപരിശോധിക്കും. നിയമനങ്ങൾ നടത്തപ്പെടാതെ പോയതിന്റെ പേരിൽ ജീവനക്കാരുടെ വലിയ രീതിയിൽ കുറവും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നികത്തുന്നതോടുകൂടി നമുക്ക് വീണ്ടും നേരത്തെ ലാഭത്തിലുണ്ടായിരുന്ന KSRTCക്ക് ലാഭം നൽകിയിരുന്ന പല സർവീസിനും വീണ്ടും ആരംഭിക്കാൻ വേണ്ടി കഴിയും. ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് ഭദ്ര വിശ്വനാഥ്. ഞാൻ സെക്കൻഡ് ഇയർ BBA സ്റ്റുഡൻ്റ് ആണ് കാർമൽ കോളേജ്. അപ്പോൾ നമ്മുടെ മാള സ്പോർട്സ് സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ മാളയുടെ ജനപ്രതിനിധി എന്ന നിലയ്ക്കും കായിക മന്ത്രി എന്ന നിലയ്ക്കും സാറിന് എന്താണ് പറയാനുള്ളത്? എന്ത് തീരുമാനങ്ങളായിരിക്കും സ്വീകരിക്കാൻ പോകുന്നതായി? അത് KSRTCയായിട്ട് ബന്ധപ്പെട്ടതല്ല എങ്കിലും KSRTC പോകുന്ന റോഡിന്റെ പ്രധാന വശത്ത് നിൽക്കുന്ന നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. ഞാൻ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മളതൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്ന വിഷയം കൂടിയാണ്. നിലവിൽ മാളയിലെ ഗ്രൗണ്ട് അത് 8.5 കോടി വകയിരുത്തി 2011 മുതൽ 2016 വരെയുള്ള സമയത്തിനിടയിൽ TN പ്രതാപൻ MLA ആയിരുന്ന സമയത്ത് നിർമ്മാണം ആരംഭിച്ച ലീഡർ KK നായരുടെ പേരിൽ സ്പോർട്സ് അക്കാദമി എന്ന രീതിയിലാണ് തുടങ്ങിയത്. അതിൽ ഗ്രൗണ്ട് ഉണ്ട്, അതിനോട് ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്, അവിടെ സ്റ്റേജ് സൗകര്യങ്ങൾ ഒരുക്കി, അതുപോലെ തന്നെ കായിക താരങ്ങൾക്ക് വേണ്ടുന്ന മറ്റ് സൗകര്യങ്ങൾ കെട്ടിടങ്ങളെല്ലാം തന്നെ കൊണ്ടുവന്ന് തുടങ്ങിയ ഒരു പദ്ധതിയാണ്. പക്ഷെ അത് പിന്നീട് പലവിധങ്ങളായ നിയമപരമായ കേസുകളുടെ ഭാഗമായിട്ടാണ് നിന്നുപോയത്. നിലവിൽ അത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത നോട്ടിഫൈ ചെയ്ത പ്രൊട്ടക്റ്റഡ് ലാൻഡിൽ പെടുന്ന ഒരു ഭൂമിയാണ്. ഇപ്പോൾ ഞാൻ സ്പോർട്സിന്റെ വകുപ്പാണ് എനിക്കുള്ളത്, സ്പോർട്സും യുവജനകാര്യം കൂടിയാണ്. അതിലൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് വെച്ചാൽ പുരാവസ്തു വകുപ്പും എൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് വകുപ്പുകൾ തമ്മിലൊരു തർക്കമാണ് ഇപ്പോൾ നിൽക്കുന്നത്. തർക്കമില്ല എങ്കിൽ ഈ രണ്ട് വകുപ്പുകൾ തമ്മിലുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ചുമതലയുണ്ട്. മാള ഗ്രാമപഞ്ചായത്ത് അത് ഒരു പ്രമേയത്തിലൂടെ പുരാവസ്തു വകുപ്പിന് ഏറ്റെടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും പുരാവസ്തു വകുപ്പ് അതിൻ്റെ ഭാഗമായി അത് നോട്ടിഫൈ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് അവിടെ പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുന്നത്. അത് പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളുടെ ഭാഗമാണ്. അങ്ങനെ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളുടെ ഇത്ര നിശ്ചിത ഏരിയയിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും പ്രതിസന്ധി ഉള്ളതാണ്. പക്ഷേ നിലവിൽ അത് ഇമ്പോസ് ചെയ്യപ്പെട്ടിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ഞാൻ ഇതിൻ്റെ രണ്ട് വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു. ഈ ഭൂമി എങ്ങനെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചു. ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരിക്കൽ ഏറ്റെടുത്താൽ പിന്നെ അത് ഡീനോട്ടിഫൈ ചെയ്യൽ ഒരുപാട് നിയമപ്രശ്നങ്ങളുള്ള ഒരു കാര്യം കൂടിയാണ്. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ അത് പുരാവസ്തു വകുപ്പിൻ്റെ നോട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ലാൻഡാണ്. അത് ഡീനോട്ടിഫൈ ചെയ്യണമെങ്കിൽ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രമേയത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത്. തിരിച്ചു മാള ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി ഒരു തീരുമാനം അതിൽ ഏറ്റവും നിർണായകമാണ്. എന്തായാലും പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളുടെയും ഈ പുരാവസ്തു വകുപ്പിൻ്റെയും സ്പോർട്സ് വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ഞാൻ ഈ സഭാ സമ്മേളനം കഴിഞ്ഞതിൻ്റെ മുറയ്ക്ക് മാളയിൽ തന്നെ വെച്ച് വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്നാലും അതിൽ നിലവിലെ കേസ് നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട്. ആ നിയമപ്രശ്നങ്ങൾ കൂടി അതിൽ ബാധിക്കുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു ഘട്ടത്തിൽ പോലും അത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും മാളയിൽ ഒരു സ്റ്റേഡിയം വേറെ ഉണ്ടാകും എന്നൊരു കാര്യം ഞാൻ മാളക്കാർക്ക് ഉറപ്പുവരുത്താം. നമസ്കാരം സാർ, ഞാൻ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ്. ഈ പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടിയാണല്ലോ, അതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണം എത്രത്തോളം പങ്ക് വഹിക്കുന്നുണ്ട്, പുരോഗതി ഉണ്ടാവും? യാത്രയിലെ ഭാഗമായി ചെലവഴിക്കപ്പെടുന്ന പണം, ആ പണമെങ്കിലും അവർക്ക് മാറ്റിവെക്കാൻ വേണ്ടി സാധിക്കും. അത് അവർക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അവരുടെ മരുന്നിന് വേണ്ടി ഉപയോഗിക്കാം, അവരുടെ മറ്റു ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം, കുടുംബത്തിലെ ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് തിരുവനന്തപുരം വരെ തൃശ്ശൂർ വരെ ജോലിക്ക് പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ചാലക്കുടി വരെ പോകുന്ന ഒരാൾ, ഫെയർ സ്റ്റേജ് ഒക്കെ കൂടി പഴയ കാലത്തിൽ നിന്ന് മാറി KSRTC മാത്രമല്ല എല്ലാ ബസ് സർവീസിൻ്റെയും ഫെയർ സ്റ്റേജ് കൂടി. അപ്പോൾ അതിൽ വരുന്നൊരു ചിലവുണ്ടല്ലോ, ജോലിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് യാത്രയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം, ആ പണമെങ്കിലും ലാഭിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ചെറിയ പണമാണ്. പക്ഷെ കേരളം മുഴുവനുള്ള സ്ത്രീകൾക്ക് അത് ലഭിക്കുന്നത് വലിയ പണമാണ്. KSRTCക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് അതിനുവേണ്ടി ചെലവഴിക്കപ്പെടേണ്ടി വരുന്നത് ആയിരക്കണക്കിന് കോടിയാണ്. പക്ഷെ ഒരാൾക്ക് കിട്ടുന്ന ആനുകൂല്യം ഒരു വർഷം 3000-ൻ്റെയോ 4000-ൻ്റെയോ ആയിരിക്കാം. പക്ഷെ സംസ്ഥാനം മുഴുവൻ അത് ചെലവഴിക്കപ്പെടുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് വലിയ പണമാണ് ചെലവഴിക്കുന്നത്. വലിയ പണം ചെലവഴിക്കുകയാണെങ്കിൽ കൂടി വലിയ നമ്പർ ആളുകൾക്കാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. മാത്രമല്ല അവരുടെ ഒരു പ്രൈഡ് ഉയർത്താന്നുള്ളതാണ്. അവർ സമൂഹത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ എന്ന് പറയുന്നത്, അമ്മ അല്ലെങ്കിൽ സഹോദരി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ച് അവർ ഏറ്റവും വാല്യുബിൾ ആണ് എന്ന പ്രഖ്യാപനം കൂടിയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പദ്ധതികൾ ഒരുക്കിയതിന് ഗവൺമെന്റിന് വളരെ നന്ദി. അതുപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും വേണ്ടി ഇനി ഏതെങ്കിലും പദ്ധതികൾ ഗവൺമെന്റ് തീരുമാനിക്കുന്നുണ്ടോ? ഇതിന്റെ പേര് തന്നെ പ്രിയദർശിനി പദ്ധതി എന്നാണ് ഇതിന് പേര് കൊടുത്തിട്ടുള്ളത്.
ഇന്ദിരാ ഗ്യാരണ്ടി എന്നാണ് പേര് പദ്ധതിയുടെ മൊത്തത്തിൽ പറഞ്ഞത്. 5 പദ്ധതികളാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ചത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറയാൻ കാരണം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ആരംഭിക്കുന്നുള്ളതാണ്. അവരുടെ മുഴുവൻ പേര് ഇന്ദിരാ പ്രിയദർശിനി ഗാന്ധി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് രണ്ടാമത്തെ അതിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള യാത്രാ സൗജന്യം പ്രിയദർശിനി എന്ന പേരിൽ ആരംഭിച്ചത്. ഇതിന്റെ കൂടെ തന്നെ പൊതുവിൽ സ്ത്രീ സമൂഹത്തിലെ ആളുകൾ മാത്രം ജോലി ചെയ്തിരുന്ന ആശാവർക്കർമാരുടെ വിഷയത്തെ സംബന്ധിച്ച് നമ്മളൊരു വലിയ രീതിയിലല്ല, ചെറിയൊരു വർധന അവർക്ക് വരുത്തി കൊടുത്തു. ആദ്യ ക്യാബിനറ്റിൽ കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ആശാവർക്കർമാരെ കൊടുത്തു, അംഗനവാടി ടീച്ചർമാരുടെ കൊടുത്തു. അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി വരുന്നുണ്ട്. ഇനിയും 1-2 പദ്ധതികൾ കൂടി സംസ്ഥാന ഗവൺമെന്റ് പരിപാടിയിലുണ്ട്. അതൊക്കെ ബജറ്റിലും അതിനുശേഷവും കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടി പ്രഖ്യാപിക്കേണ്ടതാണ്. ചെറിയ കാര്യങ്ങൾ എനിക്ക് അതിനെപ്പറ്റി അറിയാമെങ്കിൽ കൂടി ഞാനത് പൊതുവേദിയിൽ പറയുന്നത് അതിൻ്റെ ഒരു ക്യാബിനറ്റിന്റെ ഒരു സ്വഭാവത്തെ ബാധിക്കുന്ന കാര്യം കൊണ്ടാണ്. പക്ഷേ ഈ 5 വർഷക്കാലത്തിനിടയിൽ പിന്നെ നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പെൻഷൻ 3000 ആക്കി വർദ്ധിപ്പിക്കും. അതും കൂടുതലായി വാങ്ങുന്നത് സ്ത്രീകളാണ്. അപ്പം അങ്ങനെ പല പല പരിപാടികളിലൂടെ സ്ത്രീകളുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാവുന്ന, സാമ്പത്തികമായി അവരെ ഒന്ന് മെച്ചപ്പെടുത്താവുന്ന പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇനിയുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് വിസ്മയങ്ങൾ കൂടി ഇതിനിടയിൽ വരാനുണ്ട്. 5 വർഷം സമയമുണ്ടല്ലോ, അതിനിടയിൽ ഓരോ വിസ്മയങ്ങൾ ഇടയ്ക്കിടയ്ക്കായിട്ട് വരും. യോഗത്തിനെ തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സുഭാഷിണി രാജീവിനെ ക്ഷണിക്കുന്നു.